കേരളത്തിൻ്റെ കാത്തിരിപ്പിനൊടുവിൽ മെസ്സിയും അർജന്റീനിയൻ സംഘവും കേരളത്തിലെത്തും അടുത്ത കൊല്ലം എന്നുള്ള വാർത്തയാണ്. അടുത്ത വർഷം സൗഹൃദ മത്സരം നടത്താൻ ആലോചിക്കുന്നതായി കായിക മന്ത്രി ഇന്ന് രാവിലെ വെളിപ്പെടുത്തി. കൊച്ചിയിലും തിരുവനന്തപുരത്തുമായി 2 മത്സരം നടത്താനാണ് ഇപ്പോഴത്തെ ആലോചന. അർജന്റീനയുടെ ഔദ്യോഗിക സംഘം 1.5 മാസത്തിനകം കേരളത്തിലെത്തുമെന്ന് അറിയുന്നു. അർജന്റീനിയൻ നാഷണൽ ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി ടീമിൻ്റെ ബന്ധപ്പെട്ടവരുമായി സംസാരിക്കുകയും 2025 ഇന്ത്യയിൽ അർജന്റീനിയൻ മാച്ച് ഒരു സൗഹൃദ മത്സരം നടത്താമെന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം അത് അർജന്റീനയാണ് നടത്തുന്നത്. അവർ അടുത്ത 1.5 മാസത്തിനകം ഒരു കേരളത്തിൽ വരും. ഇതിനാവശ്യമായിട്ടുള്ള മുഴുവൻ സാമ്പത്തിക സഹായവും കേരളത്തിലെ വ്യാപാര സമൂഹം ചെയ്യാമെന്ന് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് തത്സമയം ചേരുന്നു. അനിൽ വാസുദേവ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ വീട്ടും. അപ്പോൾ അനിൽ വാസുദേവ് പറയൂ, ശരിക്കും യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഫുട്ബോൾ ആരാധകർക്ക് ഏറ്റവും വലിയ വാർത്തയാണ്. ലോകമെമ്പാടും കേരളത്തിൻ്റെ ഖ്യാതി പ്രചരിക്കാനും ഒക്കെ ഇത് കാരണമാകും എന്നാണ് നമ്മുടെ വിശ്വാസം. തീർച്ചയായും അങ്ങനെ തന്നെയാണ് SKN. കാരണം കേരളത്തിൻ്റെ ഫുട്ബോൾ ഖ്യാതി ഇപ്പോൾ തന്നെ ലോകത്ത് വളരെയധികം പ്രശസ്തമാണ്. കേരളത്തിൽ നിന്നുള്ള ചെറിയ ചെറിയ വിശേഷങ്ങൾ പോലും ഫിഫ പോലും അവരുടെ ഔദ്യോഗിക പേജുകളിൽ പങ്കുവെക്കുന്നതാണ്. ഒരുപക്ഷെ ആ പെരുമ 10 ഇരട്ടിയെങ്കിലും ആക്കുന്ന തരത്തിലായിരിക്കും ഒരുപക്ഷെ മെസ്സി വന്നാൽ ഇവിടെ ഉണ്ടാവുക എന്നുള്ളതാണ്. മന്ത്രിയുടെ വാക്കുകൾ വിശ്വാസത്തിലെടുക്കുകയാണെങ്കിൽ അടുത്ത ജൂണിലെങ്കിലും ഈ മത്സരം നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാമ്പത്തികമായിട്ടാണ് ആദ്യം ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷേ അതിനകത്ത് ഇപ്പോൾ ഒരു ഉറപ്പ് വന്നിരിക്കുന്നു. വ്യാപാര സമൂഹം ഇക്കാര്യത്തിൽ സഹകരിക്കുമെന്നും 100 കോടി, അതായത് ആകെ വേണ്ടി വരുന്ന 100 കോടി ചെലവ് അവർ കണ്ടെത്തുമെന്നാണ് അറിയിച്ചത്. ഇതിലൂടെ തന്നെ വലിയൊരു ടാസ്ക് നമുക്ക് ഒഴിഞ്ഞു കിട്ടി. ഇനി പ്രധാനമായും വേണ്ടത് ഗ്രൗണ്ടിനെ സംബന്ധിച്ചാണ്. ലോകോത്തര നിലവാരമുള്ള, ഇല്ലെങ്കിൽ AFCയുടെ ഏഷ്യൻ കോൺഫെഡറേഷൻ്റെ നിലവാരമുള്ള സ്റ്റേഡിയം പോലും നമുക്കില്ല. പക്ഷേ ആ തരത്തിൽ അർജന്റീന ടീമിന് മെസ്സിപ്പടയ്ക്ക് കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഗ്രൗണ്ട് ഒരുക്കലാണ് അടുത്ത ഘട്ടം. അത് എത്രയും വേഗം തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ അണ്ടർ 17 മത്സരങ്ങളൊക്കെ നടന്നുള്ളത് നമ്മുടെ കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലാണ്. അവിടെയുണ്ട്. ഒപ്പം തന്നെ ഇൻ്റർനാഷണൽ മാച്ചസ് നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഗ്രൗണ്ട് എന്ന് പറയുന്നത് കാര്യവട്ടത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയമാണ്. അത് ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. പക്ഷേ അവിടെ മുമ്പ് സാഫ് ഫുട്ബോൾ അടക്കമുള്ള ഫുട്ബോൾ മത്സരങ്ങൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ 2 സ്ഥലത്ത് വെച്ചായിരിക്കും മത്സരങ്ങൾ നടക്കും എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഇനിയും ടീം വരുമോ എന്നുള്ള കാര്യത്തിൽ ഔദ്യോഗിക തീരുമാനം അല്ലെങ്കിൽ അന്തിമ തീരുമാനം പറയേണ്ടത് അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ തന്നെയാണ്. 1.5 മാസത്തിനകം അവർ ഇവിടെ എത്തുമെന്നും അവർ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം, അതായത് പിച്ച് പരിശോധന, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒക്കെ തന്നെ കണ്ടുകൊണ്ടായിരിക്കും ധാരണാപത്രത്തിൽ ഒപ്പിടുക. എന്തായാലും വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അർജന്റീന ആരാധകർ, മെസ്സി ആരാധകർ, മെസ്സിയുടെ വരവിനായി. SKN. ഓക്കെ, താങ്ക് യു അനിൽ വാസുദേവ്.